നമസ്കാരം. വളപട്ടണം മോഷണ കേസ് സത്യത്തിൽ കേരള പോലീസിന്റെ അഭിമാന പ്രശ്നമായിരുന്നു. കാരണം ഒന്നും രണ്ടുമല്ല, മോഷണം നടന്ന 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മോഷണ വിവരം തന്നെ പുറത്തറിയുന്നത്. നവംബർ 20 രാത്രിയായിരുന്നു മോഷണം. പിന്നീട് 25 അഷ്റഫും കുടുംബവും വീട്ടിൽ തിരികെ എത്തിയതിനു ശേഷമാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. വളപട്ടണത്തെ അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിലായിരുന്നു അയൽവാസിയായ ലിജേഷ് കവർച്ച നടത്തിയത്. ലിജേഷ് പണവും സ്വർണവും കൊണ്ടുപോയത് അരിച്ചാക്കിലും സഞ്ചിയിലുമായിട്ടാണ്. കവർച്ചയ്ക്ക് ശേഷം 2 വെള്ള സഞ്ചികളിലും ഒരു പ്ലാസ്റ്റിക് അരിച്ചാക്കിലുമായിട്ടാണ് സ്വർണവും പണവും 30 മീറ്റർ പുറകിലുള്ള വീട്ടിലേക്ക് ലിജേഷ് കൊണ്ടുപോയത്. ഒരു സഞ്ചിയിൽ ആഭരണങ്ങളും മറ്റൊരു സഞ്ചിയിലും ചാക്കിലുമായി പണവും നിറച്ച് തലച്ചുമടായിട്ടാണ് വീട്ടിലെത്തിച്ചത്. പക്ഷേ ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ പോലീസിന് ഏറെ പെടാപ്പാടായിരുന്നു. കാരണം ഈ കേസിലെ ഗോൾഡൻ അവർ കഴിഞ്ഞു പോയിരുന്നു. മോഷണം നടന്നതിന്റെ ആദ്യ മണിക്കൂറുകളെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് നടന്നതിന്റെ ആദ്യ മണിക്കൂറുകളെയാണ് ഗോൾഡൻ അവർ എന്ന് പോലീസ് വിളിക്കുന്നത്. മോഷ്ടാവിനെ പിന്തുടർന്ന്, അല്ലെങ്കിൽ ആ വ്യക്തിയെ, ആ പ്രതിയെ പിന്തുടർന്ന് പിടികൂടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സമയമാണിത്. വീടിന്റെ ഭിത്തിയോ വാതിലോ പൊളിക്കാതെ ജനലിന്റെ ഗ്രിൽ ഇളക്കി മാറ്റിയുള്ള മോഷണ രീതിയായിരുന്നു ലിജേഷിൻ്റെത്. ഗ്യാസ് കട്ടറോ മറ്റോ ഉപയോഗിച്ചില്ല. പകരം ജനലിന്റെ മരത്തടിയിൽ ഉളി ഉപയോഗിച്ച് ഗ്രിൽ പിഴുതെടുക്കുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ മുൻപ് കീച്ചേരിയിൽ നടന്ന മോഷണത്തിലെ വിരലടയാളം പരിശോധിച്ചപ്പോൾ ലിജേഷിന് പിടിവീഴുകയും ചെയ്തു. ഇതിനിടയിൽ അതിബുദ്ധിയും ലിജേഷ് കാണിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്തുള്ള ന്യൂ ഗ്ലാസ് ട്രേഡേഴ്സിലെ ജീവനക്കാരൻ ചിറക്കലിലെ KP സന്തോഷ് കുമാറിനോട് വാഹനം നിർത്തി ലിജേഷ് മോഷണ കേസിനെ കുറിച്ചുള്ള വിവരം ചോദിക്കുകയും ചെയ്തു. കള്ളനെ കിട്ടിയോ എന്ന യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് കവർച്ച നടത്തിയ വീടിന് സമീപത്ത് ബൈക്ക് നിർത്തി ലിജേഷ് ചോദിച്ചത്. പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും കള്ളനെ എന്തായാലും പിടികൂടുമെന്ന സന്തോഷം മറുപടി പറഞ്ഞു. നവംബർ 20 കവർച്ച നടത്തിയ ശേഷം 2 ദിവസം വീട്ടിൽ തന്നെയിരുന്നു. വീട്ടുകാരുടെ ചോദ്യത്തിന് പണി കുറവാണെന്ന മറുപടിയും പറഞ്ഞിരുന്നു. 100 CCTV ഫുട്ടേജുകളും കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള ടവർ ലൊക്കേഷനുകളുമായി 115 കോൾ ഡേറ്റ റെക്കോർഡുകളും പോലീസ് പരിശോധിച്ചു. 76 പേരുടെ വിരലടയാളങ്ങൾ, വീടുകളിൽ സ്ഥിരം മോഷ്ടിക്കുന്ന 67 പേരുടെ മോഷണ രീതി തുടങ്ങിയവയും പോലീസ് വിലയിരുത്തി. 215 പേരെ ചോദ്യം ചെയ്തു. മോഷ്ടാവിനെ തേടി 35 ലോഡ്ജുകളിൽ കയറിയിറങ്ങി. നവംബർ 20 രാത്രി 8-നും 8:45-നും ഇടയിലായിരുന്നു മോഷണം. CCTV ദൃശ്യത്തിൽ പാൻസ് ധരിച്ചയാളാണ് മോഷ്ടാവ്. അഷ്റഫിന്റെ വീട്ടിലെ ഒരു CCTVയിൽ അന്നു രാത്രി 9:30 ലിജേഷ് മുണ്ടെടുത്ത് റോഡിലൂടെ പോകുന്ന ദൃശ്യമുണ്ട്. അത് താനാണെന്നും മരുന്ന് വാങ്ങാൻ പോയതാണെന്നും പോലീസിനോട് ലിജേഷ് സമ്മതിക്കുകയും ചെയ്തു. ലിജേഷ് പൊതുവെ പാൻസ് ധരിക്കാറുമില്ല. എന്നാൽ ലിജേഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സെർച്ച് ഹിസ്റ്ററിയിൽ അധികവും മോഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. മോഷണം നടന്ന അന്നും തൊട്ടടുത്ത ദിവസവും രാത്രി 9 മുതൽ അടുത്ത ദിവസം രാവിലെ 10 വരെ ഫോണിലേക്ക് കോളുകളൊന്നും വന്നിരുന്നില്ല. എന്നാൽ ട്രാവൽ ഹിസ്റ്ററി കൃത്യമായി കാണിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടതാണെന്ന് പോലീസിന് മനസ്സിലായി. ഫോൺ നടത്തിയ ദിവസം ധരിച്ച വസ്ത്രങ്ങൾ അന്നു രാത്രി തന്നെ വീടിന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയി കത്തിച്ചതായി ലിജേഷ് പോലീസിനോട് പറഞ്ഞു. 7 CCTV ക്യാമറകളുള്ള വീട്ടിൽ മോഷണത്തിനെത്തിയപ്പോൾ ലിജേഷ് പ്രൊഫഷണൽ മോഷ്ടാക്കൾ ചെയ്യുന്നത് പോലെ വീടിന്റെ ഇടത് ഭാഗത്തുള്ള 2 ക്യാമറകളും താൻ പതിയാത്ത വിധം തിരിച്ചുവെച്ചു. പക്ഷേ രണ്ടാമത്തെ ക്യാമറ തിരിച്ചുവെച്ചത് ലിജേഷിന് തന്നെയുള്ള കെണിയായി മാറി. വീടിന്റെ അകത്തെ ദൃശ്യങ്ങൾ പതിയുന്ന വിധമായിരുന്നു ക്യാമറ തിരിച്ചുവെച്ചത്. ഈ ക്യാമറയുടെ സമീപത്തുള്ള ജനലിന്റെ ഗ്രിൽ എടുത്തുമാറ്റി അകത്തു കടന്ന ലിജേഷിന്റെ ദൃശ്യം പുറത്തെ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു. ജനലിന്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയതോടെ മോഷ്ടാവിന്റെ കഷടിയും മുഖത്തിന്റെ ഒരു ഭാഗവും പതിഞ്ഞു. ഒപ്പം ശരീരഘടനയും രൂപവും വ്യക്തമായി. ഈ ദൃശ്യത്തിൽ പിടിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. 7 CCTV ക്യാമറകളാണ് അഷ്റഫിന്റെ വീട്ടിലുള്ളത്. 3 എണ്ണം മുകളിലും 4 എണ്ണം താഴെയും.
കാർ പാർക്കിംഗ് ഏരിയയിലെ ക്യാമറയിലാണ് ലിജേഷ് മതിൽ ചാടിയെത്തുന്ന ദൃശ്യം പതിഞ്ഞത്. ജനൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച ഉളി അഷ്റഫിന്റെ വീട്ടിൽ വെച്ച് ലിജേഷ് മറന്നുപോയിരുന്നു. ഇത് വീണ്ടെടുക്കാനാണ് പിറ്റേന്ന് വീണ്ടും വീട്ടിൽ കയറിയത്. 10 മിനിറ്റ് തിരഞ്ഞെങ്കിലും ഉളി കിട്ടിയില്ല. പക്ഷെ അപ്പോഴും 2 ദിവസത്തിനിടയിലും ലിജേഷിന്റെ ഒരു വിരലടയാളം പോലും ആ വീട്ടിൽ പതിഞ്ഞിരുന്നില്ല. കീച്ചേരിയിലെ പഴയ മോഷണത്തിലെ വിരലടയാളവും സാമ്പിൾ വിരലടയാളവും സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ലിജേഷിന് പിടിവീണത്. മോഷണം നടത്താൻ ലിജേഷ് സ്വീകരിച്ചത് പ്രൊഫഷണൽ രീതിയാണെങ്കിലും ആൾ പ്രൊഫഷണൽ മോഷ്ടാവല്ലെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. പ്രൊഫഷണൽ മോഷ്ടാക്കൾ ഒരിക്കലും മോഷ്ടിച്ച വീട്ടിൽ ഉടൻ തന്നെ തിരിച്ചെത്തില്ല. വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷ് 2006 മുതൽ 3 വർഷം ഗൾഫിലായിരുന്നു. പിന്നീടാണ് നാട്ടിലെത്തി സ്വന്തമായി വെൽഡിംഗ് യൂണിറ്റ് തുടങ്ങിയത്. കീച്ചേരിയിൽ വെൽഡിംഗ് സ്ഥാപനമുണ്ടായിരുന്നു. അതിനടുത്തുള്ള ഒഴിഞ്ഞ വീട് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആദ്യ മോഷണ ശ്രമം നടത്തി. സ്വത്ത് കേസിൽ അടച്ചിട്ട വീടാണെന്നും അവിടെ ആരും എത്താറുമില്ലെന്നും അറിഞ്ഞ ലിജേഷ് മോഷണം ആസൂത്രണം ചെയ്തു. വെൽഡിംഗ് ജോലിയായതിനാൽ ജനൽ തുറന്ന് ഗ്രിൽ നീക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഈ കേസിൽ പിടിയിലാകാത്തത് വീണ്ടും മോഷണം നടത്താനുള്ള ധൈര്യം നൽകി. കഴിഞ്ഞ വർഷമായിരുന്നു കീച്ചേരിയിലെ മോഷണം നടന്നത്. നന്ദി.